വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 13,000 കോടി രൂപ എം എസ് എം കമ്പനി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ എം എസ് സി കമ്പനി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചൊരു തർക്കം നടക്കുന്നുണ്ട്. അതിൽ ദേശാഭിമാനി ഇന്നലെ എഴുതിയ ഒരു രസകരമായ ലേഖനം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഓഹരി നിക്ഷേപം വരുന്നത് വിദേശത്തു നിന്ന് വരുന്നത് LDFിൻ്റെ ഒരു മെച്ചമാണ്, LDF ഭയങ്കര സംഭവമാണ്, അതുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ദേശാഭിമാനി തള്ളി. അങ്ങനെ ദേശാഭിമാനി വിദേശത്തു നിന്ന് വരുന്നത് LDFിൻ്റെ മികച്ച ഭരണ ഉദാഹരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനി എഴുതിയപ്പോൾ അത് രാവിലെ പത്രത്തിൽ വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ അസംബ്ലിയിൽ നിയമസഭയിൽ പറഞ്ഞു, ഇത് ഉഡായിപ്പാണ്, ഒരു മനുഷ്യൻ മാത്രമായി ഒരു കമ്പനിക്ക് MSC എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മാത്രമായി ഓഹരി കൊടുത്താൽ അത് കുഴഞ്ഞു പോകും, അത് കുത്തകവൽക്കരണത്തിലേക്ക് മൊണോപ്പൊളിയിലേക്ക് പോകും, കോമ്പറ്റീഷൻ ഇല്ലാതാകും. അങ്ങനെ വലിയ തർക്കം നടന്നു. ഈ തർക്കത്തിനിടയിലാണ് തോമസ് ഐസക് പറഞ്ഞത് ദേശാഭിമാനി എന്ത് അബദ്ധമാണ് പറഞ്ഞത്, ദേശാഭിമാനി തിരുത്തണം എന്ന് പറഞ്ഞു. ഇന്ന് ദേശാഭിമാനി എന്തെന്ന് വെച്ചാൽ തിരുത്തി, മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന കൊടുത്തുകൊണ്ട് അത് തിരുത്തി. അപ്പോൾ ഇന്നലത്തെ ദേശാഭിമാനിക്ക് 13,000 കോടി കൊള്ളാം, ഇന്നത്തെ ദേശാഭിമാനിക്ക് 13,000 കോടി രൂപ കൊള്ളാം. ഇന്നലെ കൊള്ളാം, ഇന്ന് കൊള്ളാം. ചെറിയൊരു അക്ഷരം മാറിയപ്പോൾ 2 ദിവസത്തെ ന്യൂസായി. അത് ദേശാഭിമാനി അങ്ങനെ പറഞ്ഞത്. ദേശാഭിമാനി വേറൊരു സതുദ്ദേശത്തിലാണ് പറഞ്ഞത്, ഒരു പത്രമാണല്ലോ. അവർ ഇന്നലെ പറഞ്ഞത് സതുദ്ദേശത്തിലാണ്, ഇന്ന് പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ കാര്യം കോട്ടയാണിത്. അതുകൊണ്ട് പത്രം എന്നുള്ള നിലയിൽ ദേശാഭിമാനി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവർ കറക്റ്റായി ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ വാർത്ത അതനുസരിച്ച് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊൻതൂവലായി ഇത് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഹാറ്റ്സ് ഓഫ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് സ്വാഭാവികമായിട്ട് ദേശാഭിമാനി എഴുതുന്നത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രി വന്നപ്പോഴാണ് ചിത്രമാകെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴാണ് ചിത്രമാകെ മാറുന്നത്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ VD സതീശൻ കർശനമായ നിലപാടാണ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ അനുമതി അനിവാര്യമാണ്, അനുമതി വാങ്ങിയിട്ടില്ല, അത് കൈമാറ്റം ചെയ്യുന്നത് അപകടമാണെന്ന് പ്രതിപക്ഷ നേതാവ് കൂടി പറഞ്ഞപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡായി വിഴിഞ്ഞം പദ്ധതി ഒന്നുകൂടി കലങ്ങുകയാണ്, കലങ്ങി മറിയുകയാണ്. MSCക്ക് നൽകുന്നത് അദാനിയുടെ ഓഹരി മാത്രമാണ്, മറ്റാരുടെ ഓഹരിയോ ഗവൺമെൻറ് ഓഹരിയോ മറ്റൊന്നും നൽകുന്നില്ല. അദാനിക്കുള്ള ഓഹരി മാത്രമാണ് നൽകുന്നത്. അത് നൽകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അത് അറിയുമ്പോൾ പിന്നെ സെബി ഈ കൈമാറ്റ സെബിയെ അറിയിക്കണം. അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയെ അറിയിക്കണം. അത് അവരെയാണ് ആദ്യം അറിയിക്കേണ്ടത്. അതിനുശേഷം വിവരം പരസ്യമാക്കണം. പിന്നീടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി തേടേണ്ടതെന്നാണ് കമ്പനി പിന്നെ തേടേണ്ടത്. 3 കേന്ദ്ര ഏജൻസികളുടെയും അനുമതി ഉണ്ടാവണം. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ 3 മുതൽ 6 മാസം വരെ പൂർത്തിയാക്കാൻ 6 മാസം വരെ സമയമെടുക്കും. സെബി അനുമതിക്ക് മുമ്പ് വിദേശ നിക്ഷേപത്തെക്കുറിച്ച് ആരെയും അറിയിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ സെബിയാണ് യഥാർത്ഥത്തിൽ ഒരു അനുവാദം കൊടുക്കേണ്ട പ്രധാന ഏജൻസി. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി, കേരള സർക്കാരിൻ്റെ അനുമതി ആവശ്യമുണ്ട്. MSC നിക്ഷേപിക്കുന്ന തുകയ്ക്ക് പിന്നെ തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളുടെ വികസനത്തിന് ആണ് ഉപയോഗിക്കുക. അദാനിയുടെ വരുമാനത്തിൻ്റെ 41% MSCയുമായി പങ്കുവയ്ക്കണം. പക്ഷേ അപ്പോൾ അദാനിയുടെ ഓഹരികളാണ് കൊടുത്തിരിക്കുന്ന, മറ്റു ഓഹരികളല്ല എന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ പ്രവർത്തിക്കുന്ന പോലെ എന്തുകൊണ്ട് ഓപ്പണിങ്സ് കൊടുത്തുകൊണ്ട് NRIക്കാർക്കും മറ്റു ആളുകൾക്കുമെല്ലാം ഓപ്പണിങ്സ് കൊടുത്തുകൊണ്ടുള്ള ഒരു ബിഡിലേക്ക് അല്ലെങ്കിൽ ഒരു കൊട്ടേഷനിലേക്ക് പോയില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് ഒറ്റ കമ്പനിക്ക്, വിദേശത്തുള്ള സ്വിറ്റ്സർലൻഡിലുള്ള ഒരേ ഒരു കമ്പനിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവരുടെ 1000 കപ്പലുകൾ 900 മുതൽ 1000 കപ്പലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഴിഞ്ഞം തുറമുഖം തീറെഴുതിപ്പെടുകയാണോ, ഒരു വിദേശ ഏജൻസിക്ക് പോവുകയാണോ എന്നുള്ള സംശയം വളരെ കൃത്യമായി കേരളം ഉയർത്തുന്നുണ്ട്. അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കടുപ്പിച്ച് തന്നെ സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയ ഒരു തർക്കമാണ് ഇന്നലെ നടന്നത്. പക്ഷേ അത് അദാനിക്ക്, ഇന്നലെ കമ്പനിക്ക് സർക്കാരിന് അതേസമയം കത്ത് നൽകി അദാനി MSC കമ്പനിക്ക് ഷെയർ കൈമാറാനുള്ള അനുവാദം തേടി ഇന്നലെ വൈകിട്ടോടെ അദാനി കമ്പനി സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു. അപ്പോൾ സതീശൻ രാവിലെ കടുപ്പിക്കുന്നു, ഉച്ചയ്ക്ക് ശേഷം കത്ത് കിട്ടുന്നു. അപ്പോൾ കത്ത് കിട്ടിയിട്ടുണ്ട്. ഷെയർ കൈമാറ്റത്തെ സംബന്ധിച്ച് കമ്പനി സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമം പറഞ്ഞതിന് പിന്നാലെ വാക്കാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും അനൗപചാരികമായിട്ട് ഇങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടെന്നും, എന്നാൽ അതൊന്നും ഇവിടെ വിലപ്പോകില്ല, നമുക്ക് കൃത്യമായി എഴുതി തന്നെ കാര്യങ്ങൾ തരണം, ഞങ്ങളിൽ നിന്ന് അനുവാദം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കർശനമായ നിലപാട് VD സതീശൻ ഇന്നലെ നിയമസഭയിലെടുത്തു. ഒരു വശത്ത് സമുദ്ര മിഷൻ പറയുന്നു, ലോജിസ്റ്റിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ സ്റ്റേറ്റിൻ്റെ താല്പര്യം വളരെ പ്രധാനമാണ്. സ്റ്റേറ്റിൻ്റെ ജനങ്ങളുടെയും പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് വെരി വെരി കോൺഷ്യസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് VD സതീശൻ പറഞ്ഞത്. അത് VD സതീശൻ വളരെ ശക്തമായി തന്നെ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ
ഈ വിഷയം ഒന്നുകൂടി സജീവമാവുകയാണ്. തീർച്ചയായിട്ടും അദാനിയുടെ പോർട്ട് എന്ന് പറഞ്ഞുള്ള സംഭവം മാറി അദാനി MSC പോർട്ട് എന്നുള്ള നിലയിൽ അത് മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചുമതല വഹിക്കുന്ന അദാനി സ്പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ 40% ഓഹരികൾ 49% ഓഹരികളാണ് സ്വിറ്റ്സർലൻഡ് കമ്പനിക്ക് കൈമാറിയിരിക്കുന്നത്. അത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും അതിനുവേണ്ടി അനുമതി ആവശ്യപ്പെട്ട് കമ്പനി ഇതുവരെ സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നുമാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞത്. അദാനിയുമായുള്ള കരാറിലെ 5(3) ചട്ടപ്രകാരം സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഉടമസ്ഥാവകാശമൊന്നും മാറ്റാൻ കഴിയില്ല. 25% കൂടുതൽ ഓഹരി പുറത്തു പോയാൽ ഉടമസ്ഥാവകാശം മാറും എന്ന് ഈ ആക്റ്റിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 49% 25 തന്നെ പോകുമെന്ന് പറയുന്ന കൂട്ടത്തിൽ 41% വേറൊരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓണർഷിപ്പ് പോകും എന്നുള്ളതിലുള്ള ആശങ്ക മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ചു, പ്രതിപക്ഷ നേതാവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കും പൊതു താൽപര്യം ബന്ധപ്പെട്ടും ഈ തന്ത്രപ്രവാഹന മേഖലയാണ് തുറമുഖം, വിഴിഞ്ഞം തുറമുഖം. അതിനാൽ കേന്ദ്ര ആഭ്യന്തര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതിയും വേണ്ടിവരും. മത്സരക്ഷമത ഉറപ്പാക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, ഭാവി വികസനം, സംസ്ഥാനത്തിൻ്റെ ഉത്തമ താൽപര്യം തുടങ്ങിയവയും ഉറപ്പാക്കിയ ശേഷമേ ഓഹരി വിൽക്കുന്നതിന് അംഗീകാരം നൽകുകയുള്ളൂ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അപ്പോൾ തുറമുഖത്തെയും അതിനെ പുറത്തെയും സൗകര്യങ്ങൾ മറ്റ് കമ്പനികൾക്കും വിവേചനരഹിതമായി ഉപയോഗിക്കാനാവില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ വീണ്ടും തർക്കങ്ങളും വിവാദങ്ങളും ഉയർന്നു വരുന്നു. ഇപ്പോൾ ഇതൊരു ഒറ്റ കമ്പനിക്ക്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണെങ്കിലും ഒറ്റ കമ്പനിക്ക് ഇത് കൊടുക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയ അപകടമാണ് ഉണ്ടാക്കുക. ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് പോകും. ഒരു ഏജൻസിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തീരവും ആ പ്രദേശമെല്ലാം വിദേശ കമ്പനിക്ക് താറടിച്ചും തീറെഴുതിയും കൊടുത്തോ എന്നൊരു ചോദ്യം കൂടി ഇന്നലെ കൃത്യമായി നിയമസഭയിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങളിലുണ്ട്. മുഖ്യമന്ത്രി വളരെ കർശനമായ നിലപാടാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദാനിയുടെ ഗ്രൂപ്പുകാർ ഇന്നലെ വൈകുന്നേരം കത്ത് കൊടുക്കുകയും ചെയ്തു, ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്നുള്ള നിലയിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ വിഴിഞ്ഞം വീണ്ടും വലിയ ചർച്ചയിൽ തന്നെ ഉയർന്നു നിൽക്കും.